ബോധിസത്വന്റെ രണ്ടാമത്തെ കഥയാണ് തിത്തിരി പക്ഷിയുടെ പ്രതികാരം. ഹിമാലയത്തിന്റെ താഴ്വരയില് 80,000 ആനകളുടെ രാജാവായി കഴിയുകയാണ് ബോധിസത്വൻ. അപ്പോൾ ആ കാട്ടിൽ തന്നെ ഒരു കൊച്ചു മാള ഉണ്ടാക്കിയിട്ട് തിത്തിരി പക്ഷി അതിൽ മുട്ടയിട്ടു. മുട്ടകളെല്ലാം വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. പക്ഷെ ചിറകുകൾ മുളച്ചിട്ടില്ല. അതിനിനിയും ദിവസങ്ങൾ വേണം. അപ്പോഴാണ് ആ വഴിക്ക് ആനക്കൂട്ടം വരുന്നത് കണ്ട് തിത്തിരി പക്ഷി ആകെ പരിഭ്രമിച്ചു. എങ്ങാനും എന്റെ കുഞ്ഞുങ്ങളെ ചവിട്ടിപ്പോയാൽ എന്ത് ചെയ്യും? അത് ഓർക്കാനേ വയ്യ. തിത്തിരി പക്ഷി ആനകളുടെ രാജാവിന്റെ അടുത്ത് ചെന്ന് ചിറകുകൾ വിരിച്ച് അഭ്യർത്ഥിച്ചു. പ്രഭു, എന്റെ പറക്കം പറ്റാത്ത കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്. ആനകളുടെ ചവിട്ടടിയിൽ പെടാതെ എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണേ. ഇത് കേട്ട ആന പറഞ്ഞു, തിത്തിരി പക്ഷി, നീ വിഷമിക്കണ്ട. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു അപകടവും വരാതെ ഞാൻ നോക്കിക്കോ. ആന മുന്നോട്ട് വന്ന് പക്ഷിക്കുഞ്ഞുങ്ങളെ തന്റെ 4 കാലുകൾക്കിടയിലേക്ക് മാറ്റി നിർത്തി. എന്നിട്ട് പുറകെ വന്ന ആനകളോട് മുന്നോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ആ ആനക്കൂട്ടം അത്രയും കടന്നുപോയി. ആ ആനക്കൂട്ടം കടന്നു പോകും വരെ നമ്മുടെ ആനകളുടെ രാജാവ് ആ നിൽപ്പ് അങ്ങനെ തന്നെ നിന്നു. അതിനുശേഷം നമ്മുടെ ആനകളുടെ രാജാവ് പറഞ്ഞു, തിത്തിരി പക്ഷി, ഇനി ഒരു ഒറ്റയാൻ വരുന്നുണ്ട്. അവൻ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. നീ തന്നെ പറഞ്ഞ് നിന്റെ കുഞ്ഞുങ്ങളെ നീ തന്നെ രക്ഷപ്പെടുത്തണം. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റയാൻ വന്നു. തിത്തിരി പക്ഷി ഓടിച്ചെന്ന് ഒറ്റയാന്റെ മുന്നിൽ നിന്ന് കേണപേക്ഷിച്ചു. ഒറ്റയാനെ, എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണേ. എന്റെ കുഞ്ഞുങ്ങൾ നിന്റെ കാലിന്റെ അടിയിൽ പെട്ടാൽ മരിച്ചു പോകും. എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണേ എന്ന് കേണപേക്ഷിച്ചു. അവനത് ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, തിത്തിരി പക്ഷിയുടെ കുഞ്ഞുങ്ങളെ ചവിട്ടി അരച്ച് അതിലൂടെ കടന്നുപോയി. വയ്ക്കാൻ കഴിഞ്ഞില്ല. തിത്തിരി പക്ഷി പൊട്ടി ഹൃദയം പൊട്ടിക്കരഞ്ഞു. കൊമ്പനാനെ, നീ നിന്റെ ശരീരത്തിന്റെ ബലം കൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ ചവിട്ടി അരച്ചു. ഇതിന് പ്രതികാരം ഞാൻ എന്റെ മനസ്സിന്റെ ശക്തി കൊണ്ട് ചെയ്തിരിക്കും. പിന്നീട് അതായി അവളുടെ ലക്ഷ്യം. ഒരു ദിവസം തിത്തിരി പക്ഷി ഒരു കാക്കയെ സഹായിച്ചു. കാക്ക എന്താണ് പ്രതിഫലം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ